മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ പുതുപ്പള്ളി എം.എൽ.എ കൂടിയായ ചാണ്ടി ഉമ്മൻ വി.എസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി സൗഹൃദം പങ്കിടുകയാണ്. ഒരുപക്ഷെ അതിനുശേഷം പ്രതികരണങ്ങൾക്ക് ചാണ്ടി ഉമ്മൻ തയ്യാറായേക്കുമെന്നാണ് സൂചന. ചാണ്ടി ഒരു മിനിറ്റ്, അല്പസമയം മാത്രമേ ഉള്ളൂ വി.എസ് ഓർമ്മയാകും. ഉമ്മൻചാണ്ടിയും അതോടൊപ്പം വി.എസും തമ്മിലുള്ള രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾക്ക് പലപ്പോഴും നിയമസഭ വേദിയായിട്ടുണ്ട്. പക്ഷെ അതൊന്നും വ്യക്തി ജീവിതത്തിൽ അവരുടെ സൗഹൃദത്തെ ബാധിച്ചിട്ടേയില്ല. എങ്ങനെയാണ് വി.എസിനെ ഓർത്തെടുക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പതിറ്റാണ്ടുകളുടെ ബന്ധം ഇരുവരും തമ്മിലുണ്ട്. ഞാനിന്നും ഓർക്കുന്നത്, ഞാനിന്ന് രാവിലെയും എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ശ്രീ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ നിര്യാണം, ആ നിര്യാണം നടന്ന വേദിയിൽ, സംസ്കാര വേദിയിൽ എൻ്റെ പിതാവും അദ്ദേഹം ഒരുമിച്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നത്. ഇപ്പം തിരിച്ചു വരുമ്പോൾ എവിടെയോ ഒരു ഭയങ്കര ജനക്കൂട്ടം, ഇതുപോലെ തന്നെ വലിയ ഒരു ജനക്കൂട്ടം ഒക്കെ അദ്ദേഹത്തിന്റെ കാണുവാൻ നിൽക്കുമ്പോൾ എവിടെയോ വെച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാതായി. രണ്ട് വണ്ടിയിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ കാണാത്തപ്പം വളരെയധികം വിഷണ്ണനായി എൻ്റെ പിതാവ്. അപ്പം ഒത്തിരി അന്വേഷിക്കുന്നത്, അതായത് എന്നെ കാണാത്ത അവസ്ഥയിൽ എന്നെ അന്വേഷിക്കുന്ന പോലെ തന്നെയാണ് അദ്ദേഹത്തെ അന്വേഷിക്കുന്നത് എന്റെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പം ഇവർ തമ്മിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രതിപക്ഷവുമാണ്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും വളരെയധികം ഒരു ബന്ധം, ഹൃദയബന്ധം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ നിൽക്കും, രാഷ്ട്രീയ വ്യത്യാസം അവിടെ നിൽക്കും. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഇന്നും നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ 2 ദിവസമായി വലിയ തരത്തിലുള്ള ഒരു ചർച്ചകൾ, അതായത് ഉമ്മൻചാണ്ടിയുടെ മരണ സമയത്ത് ഉണ്ടായ വിലാപയാത്ര, തടിച്ചുകൂടിയ ജനങ്ങൾ, വി.എസിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആദരവ്, ഇത് തമ്മിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ജനഹൃദയങ്ങളിൽ ജീവിച്ച 2 നേതാക്കൾക്ക് ലഭിച്ച ജനങ്ങളുടെ അന്ത്യാദരവ് എന്ന തരത്തിൽ ചാണ്ടി എങ്ങനെയാണ് അതിനെ നോക്കി? ഇതിനകത്തൊരു ഓരോരുത്തരും അവരുടെ സ്ഥാനമുണ്ട്. ജനമനസ്സിൽ ആരും നിഷ്പ്രഭല്ല. ഇപ്പം ശ്രീ V.S. അച്യുതാനന്ദന്റെ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്, എന്റെ പിതാവിനുള്ള സ്ഥാനം അദ്ദേഹത്തിനുണ്ട്, ഓരോ P.K. നായനാരുടെ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അപ്പം പൊതുസമൂഹത്തിൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പേരിലൊരു ക്രെഡിറ്റ് തർക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഒപ്പീനിയന്റെ കാര്യമില്ല. അപ്പം ആരും മറ്റൊരാളുള്ളപ്പോൾ നിഷ്പരാവുന്നില്ല. അവർ ശക്തരായി തന്നെ നിലനിൽക്കുന്നു. കാരണം ശ്രീ V.S. അച്യുതാനന്ദന്റെ കോൺട്രിബ്യൂഷൻ അത് പൊതുസമൂഹത്തിന് മറക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നമുക്കിപ്പോൾ രാഷ്ട്രീയമായി യോജിക്കണമെന്നില്ല, എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ് യോജിച്ചൊന്നുമില്ല. പക്ഷെ അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം നടത്തിയുള്ള സമരങ്ങൾ, അതൊക്കെ വലിയ കോൺട്രിബ്യൂഷനായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിൻ്റെതായ വെയിറ്റേജും അതിൻ്റെതായ വിലയും പൊതുമനസ്സിന്റെ മുന്നിൽ V.S. അച്യുതാനന്ദനുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്വാധീനം ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ V.എസിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചാണ്ടി ഉമ്മൻ കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനപ്പുറം സാധാരണക്കാരുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ തന്നെ പറഞ്ഞു, അദ്ദേഹം രാഷ്ട്രീയമായി വേർപെട്ട് നിൽക്കുമ്പോഴും എന്റെ ഫാദറുമായിട്ടുണ്ടായിരുന്ന ഒരു വിയോജിപ്പുകളുള്ളപ്പോഴും ഉണ്ടായിരുന്ന ഒരു ബന്ധം അത് ഇന്നും നിലനിൽക്കുന്നു. എന്റെ ഫാദറിന് വളരെയധികം റെസ്പെക്ട് ഉണ്ടായിരുന്ന നേതാവാണ് ശ്രീ V.S. അച്യുതാനന്ദൻ. തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ യോജിക്കണമെന്നില്ലല്ലോ. നമ്മളൊരു കുടുംബത്തിൽ പോലും എല്ലാ കാര്യം യോജിക്കുന്നില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ അതിൻ്റെതായ പൊതുസമൂഹത്തിൽ വരുമ്പോൾ രാഷ്ട്രീയത്തിന് കാര്യത്തിൽ വിയോജിപ്പുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ വിയോജിപ്പുകളിലും നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാര്യം. വളരെ നന്ദി പ്രതികരണത്തിന്. എന്തായാലും അത്തരത്തിൽ V.എസിനെ ഓർത്തെടുക്കുകയാണ്. രാഷ്ട്രീയത്തിനപ്പുറം, പാർട്ടി പ്രവർത്തകർക്കപ്പുറം വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊണ്ടിരുന്ന പാർട്ടി നേതൃത്വത്തിൽ ഉള്ളവർ പോലും V.എസ് എന്ന വ്യക്തി, രാഷ്ട്രീയ നേതാവിനപ്പുറം V.എസ് എന്ന വ്യക്തി തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.